വാട്ട്സ് അപ്പ് ഫ്രണ്ട്സ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോണത് കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഗൈസ്. അതെ ഗൈസ്, നമ്മളിന്ന് കോൾ ഓഫ് ഡ്യൂട്ടിയാണ് കളിക്കാൻ പോകുന്നത്. അതെ ഗൈസ്, നമ്മൾ പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ പ്രാവശ്യം നമുക്ക് കളിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ജയിക്കണം ഗൈസ്. ഇപ്പോൾ കളിയൊക്കെ ടഫായി നമ്മൾ കുറച്ച് ദിവസമായി കോൾ ഓഫ് ഡ്യൂട്ടിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അറിയുന്നുണ്ട്, വ്യൂവേഴ്സ് ഒക്കെ നമുക്ക് കുറയുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സും കുറയുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചാലേ നമുക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കിട്ടുള്ളൂ. അതെ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് വ്യൂസ് ഒക്കെ ആയാൽ നമുക്ക് മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ ഒക്കെ ഇടാം ഗൈസ്. അതെ, നിങ്ങൾ പറയുന്ന ഏതാണ്? നമ്മൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ന്യൂ ടൗൺ ആണ് സ്ഥലം. ഫസ്റ്റ് തന്നെ ചത്ത്. അവിടെ സ്നൈപ്പർ ആവോ? ചവന്മാർ അവിടെ ടീമപ്പാണ് ഗൈസ്. നമ്മൾ നൈസിന് പോയി അടിച്ചില്ലെങ്കിൽ ഇവിടെ നമ്മളെല്ലാരും കൂടെ ടീമായിട്ട് പോകും. കയറി വന്നവനെ കൊടുത്തു ഗൈസ്. അടുത്തത് എന്റെ കണ്ണിന് ഇവിടെ കിടക്കും. എവിടെ ഇവിടെ നൈഫ് വെച്ച് കളിക്കുന്ന ബ്രോ നൈഫ് വെച്ചല്ലേ കളി? നീ നമ്മുടെ സ്ഥലത്ത് കയറി വരുന്നു. നിനക്ക് നാണമില്ല ഗൈസ്. നാണമില്ലെന്നല്ല, ബോധമില്ല ഗൈസ്. നമ്മളെ ഏരിയയിലോട്ടാണ് കയറി വരണം. വെടി വാങ്ങിച്ച് കൊള്ളാൻ തന്നെ ഇതാ പോണെടുത്ത്. അപ്പം നിന്റെ അടുത്തല്ലേടാ നേരത്തെ പറഞ്ഞു വിട്ടെ ഇങ്ങോട്ട് വരല്ലോ. അവൻ എന്നെ കൊന്നു വിട്ടു ഗൈസ്. ഇതിൽ ഹാക്കറുണ്ട് ഗൈസ്. ഞാൻ ഒരു പ്രാവശ്യം കളിച്ചപ്പോൾ ഒരു ഹാക്കറിന് ഞാൻ കണ്ടു. നിനക്ക് എന്നെ വെടി വയ്ക്കാൻ പറ്റില്ല കൊട്ടാ. ബ്രോ അല്ലേ ഇപ്പൊ ചാടിപ്പോയാ? വെയിറ്റ് ഞാൻ പറഞ്ഞു. എവിടെ ഒരുത്ത നൈഫൊക്കെ അവൻ ഇത്രയ്ക്ക് ബ്രോ. നീ നമ്മളെ ഇവിടെ ആരോഗ്യം ഉണ്ട്. ഡാമേജ് എനിക്ക് ലാഗ് അടിക്കുന്നു ഗൈസ്. നമ്മള് ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കളി നമ്മളെ പൊട്ടി. ഇതിനെ കുറച്ചൊന്നും പറയരുതായിരുന്നു. എനിക്ക് എന്റെ ലാഗിങ് മാറി കിട്ടി. ഓക്കെ, ഈ കളി ചിലപ്പോ നമ്മൾ തൂക്കും. വിന്നിങ് ആണ്. വൺ ഷോട്ട് 1 കിൽ. എനിക്ക് നൈഫ് ഭയങ്കര ഇഷ്ടമാണ്. നൈഫ് വെച്ച് എന്നെ ഒരുത്തം തട്ടി. അവനെ ഞാൻ തട്ടി ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി പാന്തറാണ് എന്റെ അടുത്ത് പോവാം. അയ്യോ ഗൈസ്, എനിക്ക് ഇത് എയിം മാറ്റണം എങ്ങനെ? ഓക്കെ ഗൈസ്, അത് റെക്കോർഡിങ്ങിന്റെ സൈഡിലാണ് ഇരുന്ന ഗൈസ്. എനിക്ക് മാറ്റാൻ പറ്റില്ല. ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. അവ എന്റെ അടുത്ത് നിന്ന് ഡോഡ്ജ് ആയി മാറിപ്പോകും. നീ അങ്ങനെയൊന്നും മാറിപ്പോവില്ല. അവൻ നൈഫായിരുന്നു. ഞാൻ അടുത്തോട്ട് കയറിപ്പോണ്ട്. നമ്മൾ തൂക്കാൻ പറ്റും. പക്ഷെ എല്ലാരും അരിയെ കളിച്ചാൽ തൂക്കാൻ പറ്റും. വേറെ ഒരു തവണ നിക്കണേ. ഭയങ്കര പ്രശ്നമാണ്. ചാടിയോ ഇല്ല ചത്ത് ഗൈസ്. ഗൈസ് 40 നമുക്ക് 36 ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മളെ കളി പൊട്ടി. ചിലപ്പോഴേ പൊട്ടുള്ളൂ. ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട. ഓക്കെ, അമ്മാരിക്ക് 44. നമുക്ക് 40 ഓക്കെ, 41 ഒരാളെ 46 42 46 ഗൈസ്. നമുക്ക് തൂക്കാൻ പറ്റും. പക്ഷെ എല്ലാരും മരിയെ കളിയാ തൂക്കാൻ പറ്റും. ഇവിടെ ഏതോ ഒരുത്തന്നെ ഫ്ലെയിം ത്രോ ഉണ്ട്. ഈ കളി തുടങ്ങിയ ശേഷമാണ് നമ്മൾ ജോയിൻ ചെയ്തത്. ബെസ്റ്റ് ഇവിടെ അപ്പുറത്തെ ടീമിൽ പ്രോ 1 2 3 7 ഗണ്ണ് ഗൈസ്. ഇതെന്തോന്ന് ഗണ്ണ് ഗൈസ്? മസ്കറ്റ് ഗൈസ്. റൈഫിളൊക്കെയാണ് ഗൈസ് ഇവന്മാർ ഉപയോഗിക്കുന്നത്. മസ്കറ്റ് റൈഫിൾ 4 കില്ല് ഗൈസ്. എല്ലാ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഗൈസ്. ഓക്കെ, അത് ഗൈസ് പെട്ടെന്ന് നിങ്ങളെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്താൽ നമുക്ക് ഇനി ഇടാനുള്ള പ്രചോദനമായി മാറണം. 300 സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ തന്നെ പറ ഗൈസ്, ഏത് ഗെയിമിൽ ഗീവ് അവേ ഉണ്ട്? എന്ത് ഗീവ് അവേ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ ചെറിയ യൂട്യൂബേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ
നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു 1K ഒക്കെ ആക്കി തന്നെ നമ്മൾ വലിയ ഗീവ് ഒക്കെ തരാം ഗൈസ്. വലിയ ഗീവ് അവേ തരും. അതെ ഗൈസ്, വലിയ ഗീവ് ഒക്കെ തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്യുക. ഞാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഇത് താഴെ ഇട്ടേക്കാം ഗൈസ് ലിങ്ക്. അതിന്റെ ലിങ്ക് നമ്മളെ മലയാളി ഗെയിമേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്. നമ്മളെ ടീമില് അപ്പുറത്തെ ടീമിൽ 3 പെണ്ണുങ്ങളുണ്ട് ഗൈസ്. നമ്മളെ ടീമിൽ 2 പേരെ എന്തേ ഉള്ളൂ. സെലക്ട് വിളിച്ചിട്ടുണ്ട്. ഓ ഗൈസ് നമ്മളെ ടീമിൽ 2 പേരേ ഉള്ളൂ. 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ബോയ്സ് ഗൈസ്. ബ്രോ എവിടെ നൈഫൊക്കെ കൊണ്ട് പറക്കണല്ലോ ഈ സംഭവം. അവൻ എന്നെ ഇപ്പൊ കൊന്നേ. ആ പെണ്ണിപ്പോ ചാവും. ശരിയാണ്. എനിക്ക് പണ്ടേ പേടിയില്ല, ഒരുത്തനെ ഇനി വെറുതെ വിടൂല. ഇനി അടുത്ത അയ്യോ കേറി വന്നു. നോ വേ. ഇനി അടുത്ത ഏവനാടാ ഉള്ള നമ്മളെ കളിക്കാൻ. ലൂസിങ് ആണ് ഗൈസ്. എല്ലാരും ഒക്കെ പോയി ആദ്യം വെച്ചാവണം ഗൈസ്. 8-6 ഗൈസ്. പാനർ ബ്രോ സൂക്ഷിച്ച് നോക്കി. അവന്മാര് കുറച്ച് നല്ല അടിയാണ് അടിച്ചത്. നമുക്ക് 12-7 ഗൈസ്. അവനെ തീർന്നു. അവൻ അലൈവല്ല. അവനെ കിട്ടിയിട്ടുണ്ട്. തട്ടിയിട്ടുണ്ട്. അതിൽ പറന്നുള്ള കളിയാണ് ഇപ്പൊ നമ്മൾ കളിക്കുന്നത്. 13-17 പിടിക്കാൻ പറ്റും, പക്ഷെ ആരും 14-18 നമ്മളെ കുറച്ച് നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് കളിച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് ഇത് പിടിക്കാം. എന്റെ മോട്ടോ വീഴുന്ന ഞാൻ തന്നെ ഇപ്പൊ ചത്തി. മുകളിൽ ആൾക്കാരുണ്ട്. 16-22 നോർവേ ഗൈസ്. ഞാൻ എന്റെ മോട്ടോ വീഴുന്നതിനെ ചത്തു. എനിക്ക് നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞ ഇതുവരെ ഒരു ഗെയിം മോളിലേക്കുന്ന സീനാണ് ഗൈസ്. അവനെ ആദ്യമേ പോയി അടിക്കുന്നു. അവനെ തീർക്കാം. അവനെ ഞാൻ മുകളിൽ നിന്ന് സ്കോപ്പ് ഇട്ട് അടിക്കും. അവനെ ഞാൻ തീർക്കാം. അവനെ തീർത്ത് കമോൺ. ഞാൻ താഴെ അവന്റെ നമ്മളെ വീട്ടിൽ നമ്മൾ വരുത്തോണ്ട് നമ്മളവിടെ അവനെ സൂക്ഷിച്ചടിക്കണം. പ്രശ്നമോ അവന് നമുക്ക് ദൂരെ നിന്ന് അടിക്കാൻ പറ്റും. നമുക്ക് ഇനിയുള്ള സ്കോപ്പ് ഇടുക. അവനെ തൂക്കി മുകളിലുള്ളവനെ തൂക്കിയ പകുതി പ്രശ്നം തീരും. പിന്നെ അടുത്ത് നൈഫ് വെച്ചുള്ളതാണ് കളികൾ. എന്തൊക്കെ ആവുമ്പോ മുകളിൽ നിന്ന് മറ്റേ സംഭവം ഇടുന്നു ഗൈസ്. ബ്രോ ആ മുകളിലുണ്ടാ? ആരും നോക്കണം. ഗൈസ് ഞാൻ ഒരുത്തനെ കൊന്ന്. പക്ഷെ ഞാൻ ഇല്ല, എന്റെ ടീമിലുള്ള എല്ലാമാർക്ക് ഡാമേജും കൊടുത്തു ഗൈസ്. ഒരുത്തനെ കൊല്ലാൻ വേണ്ടി നമ്മൾ ഈ കളി എന്തായാലും നോക്കാം. കാരണം നമുക്ക് 24 ഉള്ളൂ. ഇതില് കിട്ടില്ല സാധനം എന്ന് വെച്ചാൽ ഫ്ലെയിം ത്രോവറാണ്. ഇത് ഫ്ലെയിം ത്രോവർ ഉണ്ടെങ്കിൽ ഇവിടെ അവന്മാർ ടീമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാൻ? 2 കില്ലാണ് ഞാൻ ഒറ്റ അടി അടിച്ചത്. അടുത്ത നമുക്ക് ഇനി ഒരു കളി തോറ്റു. നല്ല അന്തസ്സോടെ നമ്മൾ കളി തോറ്റിട്ടുണ്ട് ഗീസ്. ജയിച്ചവൻ ലൈക്ക് ഒക്കെ കൊടുക്കാം ഗീസ്. നമ്മള് എല്ലാവർക്കും ലൈക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നമുക്ക് ലൈക്ക് തരണം. അതെ ഗീസ്. ഗീസ് നമുക്ക് അടുത്ത കളിയെങ്കിലും എങ്ങനെയെങ്കിലും ജയിക്കണം ഗീസ്. പ്ലീസ് എങ്ങനെയെങ്കിലും ജയിച്ചാൽ എന്തെങ്കിലും ചെയ്യാം ഗീസ്.
ബ്രോ പ്ലേ ഒക്കെ കൊടുത്തു ഗൈസ്. ഞാനാ ഗൈസ് ബെസ്റ്റ് പ്ലെയർ എൻ്റെ ടീമിൽ. ഞാനെന്ന് തോന്നുന്നു ഗൈസ് ബെസ്റ്റ് പ്ലെയർ. ബ്രോ നമുക്ക് പ്ലേ ഗെയിം കൊടുത്തോ ഗൈസ്. ഇതായിരിക്കും നമ്മളെ ലാസ്റ്റ് മാച്ച്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ഡൗൺ ബിലോ ഗൈസ്. ഗൈസ് ഇപ്രാവശ്യം ഫ്രണ്ട് ലൈൻ ക്രാഷാണ് ഗൈസ്. മാപ്പ് പ്രീ മാച്ച് ഗൈസ്. അതെ ഗൈസ്, നമുക്കിന്ന് ക്രാഷ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാച്ച് കളിക്കാം. ഗൈസ് വന്നു. നമുക്ക് ഇതിൽ കളി തുടങ്ങാം. സേവനോ ആദ്യം തന്നെ ഇട്ട് നമ്മളെ കൊല്ലാനൊക്കെ നോക്കി. ഞാൻ വന്നത് ഒരാളെ കൊന്നിട്ടുണ്ട്. ഞാനും ഒരുത്തന്നെ കൊന്നിട്ടുണ്ട്. അവന്മാര് അവന്മാര് ഒരു ട്രിക്ക് പിടികിട്ടി. അവന്മാര് മറ്റേ ഫ്രണ്ട് ലൈൻ വെച്ചാൽ കയറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വെച്ച് സ്കോപ്പ് ഇട്ട് അങ്ങ് പിടിക്കണം. അവനെ തട്ടി ഇവിടെ ആരോ പോണുണ്ടല്ലോ. ഞാൻ കണ്ടു ഇവിടെ ആരോ പോണം. അവള് അതുവഴിയാ കയറി. അയ്യോ ചത്തി അവനാരോ അടിയോ. എനിക്ക് സ്ലൈഡായി മാറാൻ പറ്റില്ല. അടി 7-6 തൂക്കാൻ പറ്റും ഗൈസ്. വിചാരിച്ചാൽ തൂക്കാൻ പറ്റും. നമ്മൾ ഇപ്രാവശ്യത്തെ ടീമേറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തവന്മാരാണെന്ന് തോന്നുന്നു. അവന്മാരൊക്കെ നന്നായിട്ട് കളിക്കണം. രണ്ടെണ്ണത്തിന് ഞാൻ തട്ടിയിട്ടുണ്ട്. രണ്ടെണ്ണത്തിന് തട്ടിയിരിക്കുന്ന 2 ഇതിന്റെ മുകളിൽ തന്നെ മൊത്തം ഗ്യാങ് ഉണ്ടെന്നാണ് ചോദിച്ചത്. ഇവിടെ ഒളിച്ചു കളിക്കണോ? ബ്രോ പോയി അടി. ഞാൻ ബാക്കിൽ നിന്ന് അവൻ്റെ അങ്ങ് ചെയ്തു. ഇവിടെ ആരും ഇല്ല. എല്ലാമാരും എവിടെ ഒളിച്ചിരിക്കണം തോന്നുന്നു സ്കോഡായിട്ട്. ഇവന്മാരെ നമുക്ക് തൂക്കാം. ഇവന്മാരെ തൂക്കാനുള്ള പാഴിയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഒരുത്തനെ തട്ടി. ഒളിച്ചിരിക്കണം ഗൈസ്. എല്ലാവന്മാരും കൂടെ ഒളിച്ച് തീർക്കാനുള്ള പരിപാടിയാണ് നമ്മൾ. അതൊന്നൊക്കെ നടക്കാത്ത അതിമോഹമാണ്. 18-12 പോണെടുത്ത് ഇവിടെ ഉണ്ട്. ഈ കളി നമുക്ക് ജയിക്കാൻ പറ്റുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഞാൻ ട്രിപ്പിൾ കില്ല് എടുത്തിട്ടുണ്ട്. 21-4 കേറാൻ പറ്റും. ഞാൻ ക്രൗച്ചായി പോണു ഗൈസ്. ഒരു പെണ്ണ് അതിനകത്തോട്ട് കയറി പോണ ഞാൻ കണ്ടു ഗൈസ്. ഇല്ല ബ്രോ എനിക്കൊരു ഓക്കെ ബ്രോ അവിടെ തന്നെ അനങ്ങാതെ ഞാൻ മറ്റേ ബോംബ് ഇട്ടിട്ടുണ്ട്. തീർത്തോ? ഇല്ല ഞാൻ അവന്മാരെ തീർത്തു. ഒരു രണ്ട് ഇനി നിന്നേ ഇവിടെ തീരും. ബ്രോ അങ്ങോട്ട് കേറല്. ആളുണ്ടോ? കാരണം അവന്മാർക്ക് മറ്റേ ഇത് ഉണ്ട്. ഏതാന്നറിയാമോ? അവന്മാർക്ക് മറ്റേ ഷീൽഡ് ഉണ്ട്. നമുക്ക് വെടിവെക്കാൻ പറ്റാത്ത. ഫോണായി കുറച്ച് ടൈം കിട്ടൂലേ? അതുകൊണ്ട് നേരത്തെ ഞാൻ കുറച്ച് മിസൈൽ ഇട്ടിട്ട് വരാം. അവിടെ പോലെ ഞാൻ മിസൈൽ ഇട്ടിട്ടുണ്ട്. ആരെയും കൊണ്ടില്ല ഗൈസ്. നീ എവിടെ പോണം? വേറെ സാധനം കിട്ടി ഗൈസ്. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു. അതായിരിക്കൊക്കെ കൊണ്ട് ഗൈസ്. എനിക്കറിഞ്ഞൂടെ എങ്ങനെ കൊണ്ട്. എന്തോ എന്റെ യൂസ് എന്ന് പോലും എനിക്കറിഞ്ഞു. 40-18 ഈ കളി നമ്മള് തൂക്കി. അത്രേ ഉള്ളൂ. ഇവന്മാർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ ഈ കളിയിൽ 2-3 പ്രാവശ്യം എന്തോ ഗൈസ് സത്യം തോന്നുന്നു.
എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ 3 കില്ല് ഒറ്റ അടിക്കും. ഇനി എനിക്ക് ഉമ്മാരെ കൊല്ലാൻ പറ്റില്ല, കാരണം എന്റെ ലൈഫ് കുറവാണ്. അവൻ ഒരുത്തന്നെ തട്ടി. ഞാൻ ഒറ്റ അടിക്ക് 5 പേരെ കൊന്നു. നിങ്ങൾക്ക് സായിപ്പണ്ണന്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയത് ചെറുതാണെന്ന് അറിയാം. 48 ഗൈസ്, 2 കില്ലും കൂടെ മതി. ലെറ്റ്സ് ഗോ. ഒരു കില്ല്. ഈ കളി നമ്മൾ തൂക്കി. തൂക്കി. ലെറ്റ്സ് ഗോ. ഓ മൈ ഗോഡ്. ലൈക്ക് അടിച്ചിട്ടുണ്ട് ബ്രോ. എനിക്ക് ബെസ്റ്റ് പ്ലെയർ കളി കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അവസാനം ഞാൻ ഒരു 7 പേരെ ഒറ്റ അടിക്കുന്നു. കാരണം വെച്ചാൽ അവന്മാർ അവിടെ നിന്ന് ഇറങ്ങി ഓരോരുത്തരായിട്ട് അങ്ങനെ കുറച്ച് ഇതാണ്. അപ്പൊ സെക്കൻഡ് ബെസ്റ്റ് പ്ലെയർ ഞാനായിരിക്കണം ഗൈസ്. പ്രോബബിലി അങ്ങനെ ആയിരിക്കണം. നോക്കണം. അങ്ങനെയാണ് വരേണ്ടത്. നമ്മൾ വിക്ടർ അടിക്കുമ്പോ ഫസ്റ്റ് ഞാൻ സെക്കൻഡ് ആണ് ബ്രോ. പിന്നെ ബെസ്റ്റ് പ്ലെയർ എന്തിനാ കാണിച്ചത് എനിക്കറിഞ്ഞൂടാ ബ്രോ. അത് റേറ്റിംഗിലാണ് ഇവിടെ ഫസ്റ്റ് വരുന്നത്. ബെസ്റ്റ് പ്ലെയർ അവിടെ വരും. ഓ അങ്ങനെ. ഓക്കെ. ഞാൻ തന്നെ ഗൈസ് ഫ്രണ്ടിരിക്കണം റേറ്റിംഗ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും പീസ് ഔട്ട്. പീസ് ഔട്ട് ഗൈസ്. പീസ് ഔട്ട്.